ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചു. വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് പത്തോളജിസ്റ്റാണ്. സൗമ്യ കൊലക്കേസ് അടക്കം 1000-ഓളം കേസുകളിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. വി എസ് രഞ്ജിത്ത്, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, മായനാട്ടെ വീട്ടിൽ വെച്ചാണ് ഡോക്ടർ ഷെർലി വാസുവിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. അവർ ഓണത്തിൻ്റെ അവധിക്ക് വീട്ടിലേക്ക് എത്തിയതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 68 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ ഉടൻ തന്നെ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മായനാടെന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള പ്രദേശമാണ്. അവിടെ നിന്ന് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പക്ഷേ കാഷ്വാലിറ്റിയിൽ വെച്ച് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അവർ മരണപ്പെടുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10,000-കണക്കിന് മൃതദേഹങ്ങളുടെ മരണകാരണം കണ്ടെത്തിയിട്ടുള്ള ഡോക്ടറാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. 1982 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപികയായി പ്രവേശിക്കുകയും 2001 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം തലവനായി ജോലിയിൽ തുടരുകയും പിന്നീട് 2016 അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായി വിരമിക്കുകയും ചെയ്തത്. വിരമിച്ച ശേഷവും അവർ ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം തലവയായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഫോറൻസിക് സർജൻ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൽ അത്രമേൽ എല്ലാവർക്കും അറിയുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഷെർലി വാസു ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനാണ് അവർ. അതുമാത്രവുമല്ല, അവരിടപെട്ട പ്രമാദമായ കേസുകൾ തന്നെയാണ് അവരുടെ പേരിനും പ്രശസ്തിക്കും അവരുടെ ഈ സാമൂഹികമായ ചരിത്രപരമായ അടയാളപ്പെടുത്തലിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്. 2017 സംസ്ഥാന സർക്കാർ തന്നെ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പേരിലുള്ള വനിതാരത്ന പുരസ്കാരം അവർക്ക് കൊടുത്തിരുന്നു. 1996 അവർ പ്രധാനപ്പെട്ടൊരു ഫെലോഷിപ്പ് വനിതകൾക്ക് നേരെ നടക്കുന്ന, വനിതകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ വിഷയത്തിൽ അവർക്ക് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ അവർ ഇടപെട്ട കേസുകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗമ്യ കൊലക്കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷൊർണൂരിലെ പാസഞ്ചർ വെച്ച് സൗമ്യ കൊല്ലപ്പെടുമ്പോൾ സൗമ്യയുടെ കൊലപാതകത്തിൻ്റെ ആ ഒരു തീവ്രത, ആ ഒരു ഇൻറ്റൻസിറ്റി അത് വ്യക്തമാക്കിയത് ഷെർലി വാസുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന വ്യക്തി എത്രമേൽ ക്രൂരനാണ് എന്ന് കണ്ടെത്തിയത് ഈ ഷെർലി വാസുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലാണ്. ഗോവിന്ദച്ചാമിയുടെ കൈകൾ സൗമ്യയുടെ മൃതശരീരത്തിൽ ആ വിരലുകൾ മുഴുവൻ പതിഞ്ഞതിൻ്റെ, സൗമ്യയുടെ വിരലുകൾ ഒടിച്ചതിൻ്റെ, സൗമ്യയുടെ ശരീരത്തിൽ ഗോവിന്ദച്ചാമി നടത്തിയ ക്രൂരമായ ആക്രമണത്തിൻ്റെയും പീഡനത്തിൻ്റെയും, സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതാണെന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഷെർലി വാസുവിൻ്റെ ആ ധൈര്യം മാത്രമായിരുന്നു. പല സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെടാതെ ഷെർലി വാസു അത്തരത്തിൽ സൗമ്യ കേസ് മാത്രമല്ല, സൗമ്യ കേസാണ് ഏറ്റവും ഒടുവിലുള്ളത്. ചേകന്നൂർ മൗലവിയുടെ കൊലപാതകം ഏറ്റവും ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കിയ, കേരളത്തിൽ വലിയ നടുക്കമുണ്ടാക്കിയ ചേകന്നൂർ മൗലവി കൊലക്കേസിൽ ആ കൊല നടന്ന സ്ഥലത്ത് പോയി അവർ ആ കൊലക്കേസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് കേസുകൾ, കാസർകോട്ട് ഒരു സഫിയ എന്ന് പറയുന്ന 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ ഒരു തുമ്പുമില്ലാതെ പോയ കേസാണ്. 2006 എൻ്റെ ഓർമ്മ. ആ സമയത്ത് ആ പെൺകുട്ടിയെ കാണാതാവുമ്പോൾ ആ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന വീട്ടിൽ, ഹംസ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് കാസർഗോഡ് ജോലിക്ക് നിന്നിരുന്നത്. ആ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു വീട്ടുടമയുടെ മൊഴി. പക്ഷേ പിന്നീട് ആ കേസിൽ ആ പെൺകുട്ടിയെ കൊന്നതാണ് എന്നും ആ കൊലപാതക കേസ് തെളിയിക്കാൻ കിട്ടിയത് ഈ ഷെർലി വാസുവിന് ഒരു മൃതദേഹം കിട്ടിയിട്ടില്ല. മാസങ്ങൾക്ക് ശേഷം ഈ ഷെർലി വാസുവിൻ്റെ കയ്യിൽ കിട്ടുന്നത് സഫിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ 4 or 5 അസ്ഥി കഷ്ണങ്ങളാണ്. ഈ അസ്ഥി കഷ്ണങ്ങളിൽ നിന്ന് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടതാണ് എന്നും ആ പെൺകുട്ടിയെ ഹംസയുടെ മൊഴി എന്ന് പറയുന്നത് പെൺകുട്ടി തിളച്ച വെള്ളം ദേഹത്ത് മറിഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു. മരണശേഷം കഴുത്തറുത്ത് പലയിടങ്ങളിലായി കുഴിച്ചിട്ടു എന്നുള്ളതായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടിയുടെ ശരീരം കഴുത്തറുത്തിരുന്നുവെന്നും അങ്ങനെ കഴുത്തറുത്താണ് കൊന്നത് എന്നതൊക്കെ ഈ എല്ലും കഷ്ണങ്ങളിൽ നടത്തിയ, അസ്ഥി കഷ്ണങ്ങളിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഷെർലി വാസു കണ്ടെത്തുന്നത്. അങ്ങനെ എത്രയെത്രയോ കേസുകൾ ഷെർലി വാസുവിൻ്റെ ധീരമായ ഇടപെടലുകളിലൂടെ, കണ്ടെത്തലുകളിലൂടെ കൊലപാതക കേസുകൾ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 30 വർഷത്തെ സേവന കാലാവധിയിൽ 10,000-കണക്കിന് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയ ഷെർലി വാസുവിൻ്റെ ഒരു പുസ്തകം, അവരുടെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്ന. ആ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവർ
അവരെടുത്തു പറയുന്നുണ്ട്. ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിട്ടുന്ന മൃതദേഹം, ആരാണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്, കൊലപാതകത്തിന്റെ കാരണം എന്താണ് തുടങ്ങിയവകളിലേക്ക് വെളിച്ചം വീശുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആ പോസ്റ്റ്മോർട്ടത്തിന് അവർ നടത്തിയ ശ്രമങ്ങളൊക്കെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്നത്. 1982 അധ്യാപികയായി എന്ന് പറയുമ്പോൾ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഫോറൻസിക് സർജൻ വിഭാഗത്തിൽ അവർ ഉപരിപഠനത്തിന് തയ്യാറാവുന്നത്. 52 തൊടുപുഴയിലാണ് അവർ ജനിക്കുന്നത്. അവരുടെ സേവനകാലത്ത് പലയിടങ്ങളിൽ അവർ ജോലി ചെയ്തിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ ഡെപ്യൂട്ടേഷനിൽ പ്രൊഫസറായി വരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാവുന്നു, അസോസിയേറ്റ് പ്രൊഫസറാവുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്യുന്നു. അങ്ങനെ അവരുടെ സേവന കാലാവധി എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ മാത്രമല്ല, കേരളത്തിലെ വലിയ പ്രമാദമായ കൊലക്കേസുകളിൽ തുമ്മുണ്ടാക്കുകയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്ത അവരുടെ സാമൂഹിക ബോധം അത് അത്രമേൽ പ്രശംസിക്കപ്പെട്ടിരുന്നു. സൗമ്യ കൊലക്കേസിലൊക്കെ ഒരു ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ മാത്രമല്ല, അവരുടെ സാമൂഹിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗോവിന്ദച്ചാമിക്കെതിരെ പുറത്തു വന്ന് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുക പോലും ചെയ്തിരുന്നു. അവർ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ എന്ന മട്ടിൽ മാത്രമല്ല, ഒരു ധീരയായ ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ, ഒരു ബിഷഗ്വര എന്ന രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട സമഗ്രമായ ജീവിതം അതാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. അല്പസമയത്തിനകം മായനാട്ടെ വീട്ടിൽ പൊതുദർശനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോടാണ് അവർ ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ കൂടി KMCT മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ താമസിക്കുന്ന ഇപ്പോൾ മുക്കത്താണ്. ഓണത്തിൻ്റെ അവധിക്ക് വീട്ടിൽ വന്ന് ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ഷെർലി വാസു കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അത്യന്തം നഷ്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മരണമാണ് ഷെർലി വാസുവിൻ്റെത്. തീർച്ചയായിട്ടും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് പത്തോളജിസ്റ്റ് ആണ്. ഒപ്പം സൗമ്യ കൊലക്കേസ് അടക്കം 1000-ഓളം കേസുകളിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തുമ്പുണ്ടാക്കാൻ അത്തരം കേസുകളിൽ കഴിഞ്ഞിട്ടുണ്ട് ഷെർലി വാസുവിന് എന്നതാണ്. PS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.